innal hamdalillah alhamdulillahi rabbil alamin wal aqibatu lil muttaqin wala udwana illa alal zalimin wa usalli wa usallimu ala ashrafil anbiya'i wal mursalin nabiyina Muhammadin wa ala alihi wa ashabihi al faizina biridallah. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ നാടും നഗരങ്ങളും ഭരണകൂടവും ഒരുമിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ആളുകളെ ബോധ്യപ്പെടുത്താനും അതിന്റെ ഏറ്റവും വലിയ അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും കലാലയങ്ങളും സ്ഥാപനങ്ങളും ഓഫീസുകളും ഇന്ന് സന്നദ്ധരാണ് എന്നുള്ളത് തന്നെ വലിയൊരു സമാധാനമാണ് ലഹരിയുടെ രംഗത്ത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അള്ളാഹു ലഹരിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ ലഹരിയുടെ കൂടെ അള്ളാഹു പരാമർശിച്ച മറ്റൊരു വിഷയത്തെ തൊട്ട്, അഥവാ ചൂതാട്ടത്തെ തൊഴുത്ത് ഇന്ന് നമ്മളിൽ പലരും അറിവില്ലാത്തവരാണ്. നമ്മൾ പോലും അറിയാതെ ഈ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയെപ്പോലെ മറ്റൊരു മഹാവിപത്താണ് ചൂതാട്ടം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. കാരണം ഇന്ന് പല രൂപത്തിലും പല രീതിയിലുമായി സമൂഹത്തിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് ബെറ്റിങ്ങുകളായി, ബെറ്റുവെക്കലുകളായി, അതല്ലെങ്കിൽ മറു ചില ഭാഗങ്ങളിൽ ലോട്ടറികളായി, അതല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ലോട്ടറിയോ ഗെയിമോ എന്നുള്ള രീതികളിലായി, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം സമ്മാനം എന്ന ഒരു ഓമനപ്പേരിന്റെ മറവിലിട്ടുകൊണ്ട് പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ ചൂതാട്ടത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ കിട്ടും, അവിടുന്ന് വാങ്ങിയാൽ ഒരു ബൈക്ക് കിട്ടും, 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഒരു വാഷിംഗ് മെഷീൻ കിട്ടും, അതല്ലെങ്കിൽ 10 പേര് ഒരുമിച്ച് പർച്ചേസ് നടത്തുമ്പം ഒരാൾക്ക് ഫ്രീ കിട്ടും എന്നൊക്കെ കേട്ടാൽ മതി നമ്മളിൽ പലരും അതിൽ പോയി ചാടാൻ, അതിലേക്ക് ആവേശത്തോടുകൂടി കയറി ചെല്ലാൻ.
എനിക്കത് ഹലാലാണോ, ഇസ്ലാം പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ തെളിവിനനുസരിച്ചിട്ടുള്ള അനുവദനീയമാണോ? ഇത്തരത്തിലുള്ള യാതൊരു ചിന്തകളും ഇന്ന് പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ് പല ലൊട്ടിലൊടുക്കും നുറുങ്ങിയ വിദ്യകളിലൂടെയും പല സ്ഥാപനങ്ങളും അതിനേക്കാളേറെ അപകടകരമായ രീതിയിൽ പല സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഈ സമൂഹത്തിൽ നടക്കാനുള്ള കാരണം. ഇന്നലെ കേരളത്തിലുള്ള പല പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഏറെ രസകരമായൊരു വാർത്തയുണ്ടായിരുന്നു. ഈ കേരളക്കരയിലെ വീട്ടമ്മയായ ഒരു സഹോദരിയെ, 48 വയസ്സ് മാത്രം പ്രായമുള്ളൊരു സഹോദരിക്ക് 2.5 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന കേസ്. പോലീസുകാർ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഇൻസ്റ്റഗ്രാം ബന്ധങ്ങളിൽ തുടങ്ങി ഏതോ ഒരു ആൾ ആ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, 50 ലക്ഷത്തിന്റെ നിങ്ങൾക്കുള്ളൊരു സമ്മാനം ഞാൻ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് അവിടെ എത്തണമെങ്കിൽ കസ്റ്റംസിന്റെ ക്ലിയറിന് വേണ്ടി നിങ്ങളൊരു 2.5 ലക്ഷം എനിക്ക് ഇങ്ങോട്ട് അയക്കണം എന്ന് കേട്ടപ്പോഴേക്കും കഞ്ഞളിച്ച് അല്ലെങ്കിൽ ആർത്തിയോടെ ആ 2.5 ലക്ഷം എഴുതിക്കൊടുത്ത് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാ അബദ്ധം മനസ്സിലാക്കുന്നത്. ഇത് പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. നിങ്ങൾക്ക് 50,000 അടിച്ചിട്ടുണ്ട്, 2,500 പോസ്റ്റൽ കാശ് അയക്കണം, ആ ക്യാഷ് അയച്ചാൽ നിങ്ങൾക്ക് 50,000 കിട്ടും. ഒരു ഭാഗത്ത് ഓൺലൈൻ തട്ടിപ്പുകളും സൈബർ കുറ്റകൃത്യങ്ങളും പെരുകുമ്പോ അതിനെയെല്ലാം സാധൂകരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾക്കിടയിലും ചിലർ സമ്മാനപ്പതികളും സമ്മാന പരിപാടികളുമായി ആളുകളെ വശീകരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള അന്യായമായ ധനസമ്പാദനത്തെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. ഏതൊക്കെ ഓമനപ്പേരിട്ട് വിളിച്ചാലും ശരി, ഏതൊക്കെ മോഹ വാഗ്ദാനങ്ങൾ കൊടുത്താലും ശരി, റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. എന്തിനാ റബ്ബ് സത്യവിശ്വാസികളെ എന്ന് എടുത്തു പറയാനുള്ള കാരണം, അള്ളാന്റെ മാർഗത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ആ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളല്ല. സത്യവിശ്വാസികളെ എന്ന് റബ്ബൊരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവത്തെക്കുറിച്ച പിന്നെ റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത്, ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ഒരിക്കലും നിങ്ങൾ അന്യോന്യം ബാത്തിലായ നിലക്ക് നിങ്ങളുടെ സമ്പത്തുകൾ തിന്നാൻ പാടില്ല. റബ്ബാമനു എന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം എങ്ങനെങ്കിലും കുറെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ചിട്ട് ഇന്റെ കച്ചവടം വിപുലമാക്കണം, എനിക്ക് ഇന്റെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ചിന്തയെ നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങളോടല്ല അല്ലാഹു സംസാരിക്കുന്നത്. മറിച്ച് നേരും നിറയും കാണിച്ച് റബ്ബിന്റെ സ്വർഗത്തിൽ കയറണം എന്ന് പ്രതീക്ഷയുള്ളവരോട്, സ്വന്തം കുടുംബത്തെ ഹക്ക് തീറ്റിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോട്, ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങളൊരാളെയും പറ്റിച്ചുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കാനോ നിങ്ങളുടെ സമ്പത്തുകൾ കണ്ടെത്താനോ പാടില്ല. ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. ഇസ്ലാം അനുവദിച്ച കച്ചവടത്തിലൂടെയല്ലാതെ, തൃപ്തിപ്പെട്ട കച്ചവടത്തിലൂടെയല്ലാതെ നിങ്ങൾ ഒരിക്കലും സമ്പത്ത് കണ്ടെത്താൻ പാടില്ല. അഥവാ കച്ചവട രംഗത്ത് ജനങ്ങളെ നിങ്ങൾ ചൂഷണം ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ എന്താണ് ചൂതാട്ടം? കൃത്യമായി ഉലമാക്കൾ രേഖപ്പെടുത്തി, ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നേട്ടം നേടാനുള്ള വെപ്രാളത്തിലുള്ള ഓട്ടം, ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നേട്ടം നേടിയെടുക്കാനുള്ള ശ്രമത്തിനാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒന്ന് ബെറ്റുവെക്കൽ, ഒരു ഭാഗ്യത്തിന് വേണ്ടി മാത്രം നേട്ടം ആഗ്രഹിച്ച് പുറപ്പെടൽ. ഇന്ന് ചില ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത് പോലെ, ഈ ടീം ജയിച്ചാൽ എനിക്കായിരം, തോറ്റ എനക്കായിരം. ഇതെന്തടിസ്ഥാനത്തിൽ? ഞാൻ അധ്വാനിച്ച പണം എന്റെ മനസ്സിന്റെ വെറുപ്പോടുകൂടി ആ നിമിഷം വരെ പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കുന്നു, എന്തിന്? ഓൻകായിരം എന്റെയിലേക്ക് വരാൻ. എങ്ങനെയാ ഇസ്ലാം അത് അനുവദിക്കപ്പെട്ടത്? എങ്ങനെയാ അവന്റെ സമ്പത്ത് എനിക്ക് ഹലാലായത്? കേവലം യാന്ത്രികമായൊരു പ്രഖ്യാപനത്തിന്റെ പേരിൽ മാത്രം അതിന് ബെറ്റിംഗ് എന്ന് പറയുന്നു. ഇന്നെന്ത് ഈ നാട്ടിൽ നടക്കുന്നതാണെങ്കിൽ ചിലർ ആഗോളാടിസ്ഥാനത്തിൽ ബെറ്റിന്റെ മേഖലയിലേക്ക് എത്തും. അതാണ് പല രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചൂതാട്ടം. രണ്ടാമത്തെ ഒരു കൂട്ടരുടെ സ്വഭാവം ഊഹത്തിന്റെ പേരിൽ നേട്ടം നേടാൻ ആശ്രയിക്കൽ, അതും ചൂതാട്ടമാണ്.
ഉദാഹരണമായി ലോട്ടറി, 50 രൂപയുടെ ലോട്ടറി എടുക്കുന്നവർ ഇന്നും നമ്മളെ കൂട്ടത്തിൽ, അതല്ലെങ്കിൽ ലോട്ടറി മാത്രം എടുത്തുകൊണ്ട് ആരുമറിയാതെ പത്രത്തിന്റെ നമ്പറുകൾ തെളിയിച്ച് അതിന്റെ ഭാഗ്യം കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, മറ്റുള്ള 10,000-കണക്കിന് മനുഷ്യന്മാരും അതേ ഭാഗ്യം പ്രതീക്ഷിച്ച് അവരെ മുതലിൽ നിന്ന് 250-150 രൂപ ആ ലോട്ടറി ടിക്കറ്റിന് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 3 കോടിയിലധികമുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് ഓരോരുത്തരും വേർപ്പ് നീരാക്കി വറ്റിച്ചെടുത്ത പണം എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകുമെന്ന് ചോദിച്ചാൽ ഇസ്ലാം പഠിപ്പിച്ചു ഹലാലല്ല. അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുന്നവർ, ഇതേപോലെ തന്നെ നോട്ടിരട്ടിപ്പിന് വേണ്ടി പൈസ കൊടുക്കുന്നവർ, ഒരു ഊഹക്കച്ചവടം, ഇന്നത്തെ മണി ചെയിൻ മാർക്കറ്റിംഗ് പോലെ ഇന്ന് വേഷം കെട്ടി ഒരു കോട്ടും സൂട്ടുമിട്ട് ബെൻസിന്റെയോ BMW കാറും വെച്ച് ഏതെങ്കിലും ചില പ്രധാനമന്ത്രിമാരുടെയോ മറ്റേതെങ്കിലും മന്ത്രിമാരുടെയോ ലോകാടിസ്ഥാനത്തിലുള്ള ആളുകളുടെയോ ഇംഗ്ലീഷ് പേരും വെച്ച് മണി ചെയിൻ ബിസിനസ്സിനിറങ്ങുന്ന ചെറുപ്പക്കാരുമുണ്ട്, കുടുംബിനികളുമുണ്ട്. കുടുംബത്തിൽ വെറുതെ പണം സമ്പാദിക്കാൻ വേണ്ടി ഈ സാധു പെൺമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അബദ്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കുടുംബക്കാരുമുണ്ട്. വലതുഭാഗത്ത് 5 പേരെ ചേർത്താൽ നിന്റെ അക്കൗണ്ടിലേക്ക് മാസത്തിൽ 10,000 വരും. എങ്ങനെ? എവിടെയാണ് ഈ നോട്ടിരട്ടിപ്പ് സംഭവിക്കുന്നത്? ആർക്കാണ് ഈ പണം കൊടുക്കുന്നത്? എവിടെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആഗോള അടിസ്ഥാനത്തിലാണെന്ന് പ്രഖ്യാപിക്കുമ്പോ അതേതെങ്കിലും തരത്തിലുള്ള ഹറാമായ കച്ചവടത്തിലാണോ, വെടിക്കോപ്പുകളിലാണോ, അതല്ലെങ്കിൽ കള്ളിലാണോ, കഞ്ചാവിലാണോ, ബ്രൗൺ ഷുഗറിലാണോ? ഇത്രയേറെ ഓരോരുത്തർക്കും 10,000 വീതം കൊടുക്കണമെങ്കിൽ അത് അത്യാവശ്യം മനുഷ്യന് ലാഭം കിട്ടുന്ന, മനുഷ്യനെ തകർക്കുന്നതാണെങ്കിൽ അറിയാത്ത ബിസിനസ്സിൽ പണത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ഊഹത്തിന്റെ പുകമറ സൃഷ്ടിച്ച് അവരെയും കൂടി കുഴിച്ചാടിച്ച് ആ പണത്തിന് വേണ്ടി പണിയെടുക്കുന്ന ചൂതാട്ടക്കാരായ ആളുകൾ. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പറയുന്നത് പോലെ ചന്തപ്പറമ്പിലെ ഭാഗ്യശാലികൾ. ഓരോരുത്തരും 3 ബോൾ എടുക്കുന്നു, ബക്കറ്റിലിടുന്നു. ഓന് അത്യാവശ്യം 30 രൂപക്കെടുത്ത അതിന്റെ ടോക്കൺ അനുസരിച്ച് 3 ബോള് ബക്കറ്റിലിട്ടപ്പോഴേക്കും 500 രൂപയുടെ സാധനം അവന് കിട്ടി. ഓ ഹാപ്പിയായി. തൊട്ടു മുൻപെറിഞ്ഞ 30 രൂപക്കാരൻ കണ്ണീരോടെ സങ്കടപ്പെട്ട് പോയല്ലോ റബ്ബേ എന്ന് ശപിച്ചുപോയ പണവും ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നു. എങ്ങനെയാ ഇസ്ലാം അതിനെ ഹലാലാക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനേക്കാൾ ഏറെ മൊത്തത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ നഷ്ടമായിട്ടാണ് പണം വരുന്നതെങ്കിൽ അത് ചതിയാണ്, ചൂതാട്ടമാണ്. ഒരാളുടെ നേട്ടം മറ്റൊരാളുടെ സങ്കടമായിട്ടാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചൂതാട്ടമായി മാറും. ഉദാഹരണമായി ഇന്ന് ചില സ്ഥാപനങ്ങളിൽ ചില ആളുകൾ ഓഫറുകൾ വെക്കും. നിങ്ങൾ ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോ സമ്മാന കൂപ്പണിൽ നിങ്ങൾക്ക് ഒരു കാറ് സമ്മാനമായിട്ടടിക്കുന്നു എങ്കിൽ അവൻ ആ ഉൽപ്പന്നത്തിൽ കാണിക്കുന്ന തന്ത്രം എന്തായിരിക്കും? 20% ലാഭമിടേണ്ടടുത്ത് ഒന്നെങ്കിൽ 21 22 വെക്കും. ആയിരക്കണക്കിന് മനുഷ്യന്മാർ പർച്ചേസ് ചെയ്യുമ്പം ആഗ്രഹിക്കുന്നത് അതേ കാറ്. ആയിരക്കണക്കിന് ബില്ലുകളിൽ അവൻ ആ കാറിലേക്ക് എടുത്തിട്ടുള്ളത് 1-2% ആ ശതമാനം പ്രതീക്ഷിച്ച് ഓരോരുത്തരും കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവസാനം നമ്മളെ നമ്പർ വീണപ്പോ കാറ് നമ്മളെ പറന്റെ മുറ്റത്തെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൽ കയറിയ നിങ്ങളല്ലാത്ത മുഴുവൻ പേരുടെയും പണം ആ കാറിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹലാലല്ല, നിങ്ങൾക്കത് ഹലാലാക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്ന് ചില ആളുകൾ ന്യായീകരിച്ചുകൊണ്ട് പറയും, എന്നിട്ട് ചില ആളുകളൊക്കെ ഉംറയ്ക്ക് സമ്മാനം വെക്കാറുണ്ടല്ലോ, നല്ല ഖുർആനോത്തുകാർക്ക് ഉംറ സമ്മാനം കൊടുക്കാറുണ്ടല്ലോ. അതിലെവിടെയാ മറ്റുള്ളവന്റെ നിക്ഷേപം? അതിലെവിടെയാ മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ വരാറുള്ളത്? ഇല്ല. മറിച്ചത് ഓരോരുത്തർക്കും കൊടുക്കുന്ന സമ്മാനങ്ങൾ മാത്രമായി മാറുന്നു. ആ സമ്മാനം ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ നിങ്ങളെ ലാഭത്തിൽ നിന്ന് ജനങ്ങളെ സേവിക്കണം, അവർക്ക് കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണ് ആ സമ്മാനം നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉൽപാദകന്റെയോ നിങ്ങളിലെ കസ്റ്റമറുടെയോ 1 രൂപ പോലും നിങ്ങൾ അതിലേക്ക് വകമാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ആ സമ്മാനം കൊടുക്കാം. ആ സമ്മാനമാണ് നമ്മൾ വീടുകളിൽ കൊടുക്കുന്നത്. പാസ്സായവനൊരു സമ്മാനം, ഓതി തന്നവനൊരു സമ്മാനം. അതിൽ അവരുടെ നിക്ഷേപമില്ല, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ കൈകടത്തി പിടിച്ചെടുക്കുന്ന അവസ്ഥയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഓർമ്മപ്പെടുത്തിയതും യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി. നബിയെ, അവർ കള്ളിനെ പറ്റിയും ചൂതാട്ടത്തെ പറ്റിയും താങ്കളോട് ചോദിക്കുന്നുണ്ട്. അവരോട് നിങ്ങൾ പറയണം, ഫീഹിമ ഇസ്മുൻ കബീറുൻ, അതിൽ വമ്പിച്ച പാതകമുണ്ട് എന്നവരോട് പറയണം.
വമനാഫിഉ ലിന്നാസി, ചില ജനങ്ങൾക്ക് അതൊരു ഉപകാരമുണ്ടെങ്കിലും. ഈ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ടും ചിലർ ചോദിക്കും, കണ്ടോ ചില ആളുകൾക്ക് ഉപകാരമുണ്ടെങ്കിലും പടച്ചോൻ പറഞ്ഞിട്ടില്ലേ? ഒരു ഫ്രിഡ്ജ് വേണ്ടോൻ അതൊരു ഉപകാരല്ലേ? ഒരു കാറില്ലാത്തോൻ അതൊരു ഉപകാരല്ലേ? പക്ഷേ ഈ ആയത്തിന്റെ നിർവചനത്തിൽ അത് അവതരിക്കാനുള്ള കാരണം പോലും റബ്ബ് ഓർമ്മപ്പെടുത്തി, വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, എങ്കിലറിയണം ആ ഉപകാരത്തെക്കാൾ പാപമാണ്, അതല്ലെങ്കിൽ കുറ്റമാണ് അവർക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. ഇന്നുള്ള ഇത്തരത്തിലുള്ള ചൂതാട്ടത്തെ പോലെ നിബിത്തങ്ങളുടെ കാലഘട്ടത്തിലും അന്ന് മക്കയിൽ ഒരു ചൂതാട്ടമുണ്ടായിരുന്നു. ഒരു വലിയ മൃഗത്തെ അവർ വാങ്ങും, ഒട്ടകത്തെ, അത്യാവശ്യം മാംസങ്ങൾ കൂടുതലുള്ള കിൻഡൽ കണക്കിന് മാംസമുള്ള ഒരു ഒട്ടകത്തെ അവർ വാങ്ങും. എന്നിട്ട് ആ വില കൂടിയ ഒട്ടകത്തെ അറുത്ത് 10 ഓഹരിയായിട്ട് ആ മാംസം വെക്കും. എന്നിട്ട് ആ 10 ഓഹരിക്ക് മുൻപിൽ അവർ അമ്പുകൾ വെക്കും. ഓരോരുത്തരും എത്ര പണം തരുന്നോ ആ പൈസക്കനുസരിച്ചിട്ട് അവർക്ക് അമ്പെറിയാൻ കൊടുക്കും. അഥവാ അതിലേക്ക് ആളുകൾ വരും. ഇന്നത്തെ സമ്പ്രദായം പോലെ തന്നെ ഒരു 100 ദീനാറ് കൊടുത്തിട്ട് ഒരു 3 അമ്പ് വാങ്ങും. എന്നിട്ട് ആ അമ്പ് അവരൊന്നിന്റെ നേരെ എറിയും. ആ എറിഞ്ഞതിന്റെ മുൻപിലുള്ള നറുക്കെടുപ്പിനായി വെക്കപ്പെട്ട ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു പേപ്പറിൽ ആ അമ്പ് പതിച്ചിട്ടുണ്ടെങ്കിൽ ആ പതിക്കപ്പെട്ട പേപ്പർ തുറന്നു നോക്കുമ്പം ഒരു ഓഹരി എന്നുണ്ടെങ്കിൽ ഈ 10 ഓഹരിയിൽ ഒരു ഓഹരി ഇവന് കിട്ടും. പലരും അമ്പയും കിട്ടാതെ പോകും. ചിലർക്ക് അമ്പയും കിട്ടും, ഒരു ഓഹരി കിട്ടും. പക്ഷെ അതിന്റെ രസം വീണ്ടും ഇസ്ലാം പഠിപ്പിച്ചു, കിട്ടിയവരാകട്ടെ ആ കിട്ടിയ മാംസത്തിൽ നിന്ന് ഒരു കഷണം പോലും അവരെടുക്കില്ലായിരുന്നു. അമ്പെറിയാൻ പങ്കെടുക്കുന്നത് കൂടുതലും പണക്കാരായിരുന്നു. ആ പണമെറിഞ്ഞ് അവർക്ക് കിട്ടിയാൽ അവരാ സമ്പത്ത് സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കും. ആ മാംസം സാധുക്കൾക്ക് അതൊരാശ്വാസമായിരുന്നു. ഇറച്ചി കിട്ടുന്നുണ്ട്, ഒട്ടകത്തിന്റെ മാംസം കിട്ടുന്നുണ്ട്. എന്നാൽ സമ്പത്തുള്ളവർക്ക് അതൊരു ഹരവുമായിരുന്നു. അമ്പെറിയുന്നു, ചൂതാട്ടം നടത്തുന്നു, ഹരം കിട്ടുന്നു, ചിലർക്ക് കിട്ടാതെ പോകുന്നു, ചിലർക്ക് അതിന്റെ ഓഹരി കിട്ടുന്നു. കിട്ടിയത് അവർ സാധുക്കൾക്ക് കൊടുക്കുന്നു. ആ സമ്പ്രദായം മക്കയിലുണ്ടായപ്പം പടച്ചോൻ ആയത്തിറക്കിയിട്ട് പറഞ്ഞു, നബിയെ അതിൽ ഉപകാരത്തെക്കാൾ. ചിലർ പറഞ്ഞു, റസൂലെ പടച്ചോൻ എന്തിനത് നിരോധിച്ചു? അന്ന് എന്തിനാ അത് വേണ്ടാന്ന് പറഞ്ഞ്? കുറെ സാധുക്കൾക്ക് ഫുഡ് കിട്ടുന്നില്ലേ? ഉടനെ പടച്ചോന്റെ മറുപടി തന്നെയാ വന്നത്, വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിൽ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് എന്നവരോട് പറയണം നബിയെ. ഇന്നതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ശകുനം നോക്കലുകളും സാമ്പത്തിക രംഗത്ത്. ചില ആളുകൾക്ക് കൈനീട്ടം ഉഷാറാവണം. കൈനീട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് ബേജാറാവും. ആൾക്കാരെ കൈ നോക്കിയിട്ട് പറയും, ഇന്നത്തെ കൈനീട്ടം മോശ. വേറെ ചില ആളുകൾക്ക് കണി കാണണം. കണി മോശമായാൽ കച്ചവടം മുടങ്ങുന്നുള്ള പേടി, അല്ലെങ്കിൽ കിട്ടുന്ന സമ്പത്തിൽ കണി മോശമായതിന്റെ പേരിൽ കുറഞ്ഞു എന്നുള്ള ആളുകൾ. കരിനാവ് മുതൽ പല നിലക്കും വിശ്വാസത്തെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അവർക്ക് ശകുനമായിട്ടാ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാവ് മോശാണോ, കണി മോശാണോ, കൈനീട്ടം മോശാണോ എങ്കിൽ ആ സമ്പത്തിൽ അവർക്കൊരു ബേജാറ്. അവരോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു. ഈ ചൂതാട്ടത്തെ പടച്ചോൻ ചേർത്ത് പറഞ്ഞത് ഈ ശകുനം നോക്കലിലേക്കാ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു, കള്ളും ചൂതാട്ടവും, വൽ അൻസാബു, പ്രതിഷ്ഠ വെക്കലുകളും, വൽ അസ്ലാമു, ശകുനം നോക്കലുകളും. ഇതിൽ പ്രതിഷ്ഠ വെക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, ഉലമാക്കൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, എല്ലാരെയും തൃപ്തിപ്പെടുത്താനുള്ളൊരാഗ്രഹം. നമ്മൾതാ നോൽക്കും തോന്നണം, നമ്മൾതാന്ന് വെൽക്കും തോന്നണം, ഇത് നമ്മളാ കൂട്ടരുതാന്ന് അവർക്കും തോന്നണം എന്ന ഒരു പുറമോടിയിട്ടിട്ടൊരു കച്ചവടം ഉണ്ടല്ലോ. ആ നിലക്ക് പ്രതിഷ്ഠകൾ വെച്ചിട്ടും വൽ അസ്ലാമു, ശകുനം നോക്കിയിട്ടും നിങ്ങൾ ആ സമ്പത്ത് കണ്ടെത്തുന്നുണ്ടെങ്കിൽ റിജ്സും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ മ്ലേച്ഛമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫജ്തനിബൂഹു, നിങ്ങൾ അതിൽ നിന്നും ഒഴിവാകണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾ വിജയിക്കൂ. നിങ്ങൾ വിജയികളാവാൻ താൽക്കാലികമായ ലാഭം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ ഇതൊക്കെ നോക്കിക്കോ. പക്ഷെ ആത്യന്തികമായി നിങ്ങളെ സമ്പത്തിൽ ഹക്കുണ്ടാകണമെങ്കിൽ, ആ സമ്പത്ത് പടച്ചോന്റെ അടുത്ത് നിങ്ങൾക്ക് ബർക്കത്താകണമെങ്കിൽ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഏത് കാലഘട്ടത്തിലും ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പിശാച് കണ്ടെത്തുന്ന വഴികളാണ് ഒന്ന് ലഹരിയും, രണ്ട് ചൂതാട്ടവും. ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും നടക്കുന്ന പല ആക്രമണത്തിന്റെ പിന്നിലും ഈ ചൂതാട്ടമുണ്ട്. പല കൊലപാതകത്തിന്റെ പിന്നിലും ഈ ചൂതാട്ടമുണ്ട്. പല പിടിച്ചുപറിയുടെ പിന്നിലും ഈ ചൂതാട്ടമുണ്ട്.
1400 വർഷം മുൻപ് റബ്ബോർമ്മപ്പെടുത്തി, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅളാഅ ഫിൽ ഖംരി വൽ മൈസിരി. പ്രവാചകരെ, അവരോട് പറയണം, ലഹരി കൊണ്ടും മദ്യം കൊണ്ടും ചൂതാട്ടം കൊണ്ടും ശൈത്താൻ ആഗ്രഹിക്കുന്നത് അവർക്കിടയിൽ ശത്രുത വളർത്താനാ, അവർക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാനാ. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത്, പടച്ചോനെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും അവർ മറക്കുകയും ചെയ്യും. അതുകൊണ്ട് എക്കാലഘട്ടത്തിലും ഒരു മുസ്ലിമിനൊരു രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഹക്കും ബാത്തിലും വേർതിരിച്ച് അതിന്റെ ഹക്കിന്റെ വഴി തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ന്യായീകരണവും അള്ളാന്റെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതേപോലെ ഒരു കൂട്ടർ ചൂത് കളിക്കാൻ തുടങ്ങി. മദീനയിലെ 2 ഗോത്രക്കാര് തമ്മിൽ വല്ലാത്ത ചൂതാട്ടം. അവസാനം ഒരു ഗോത്രക്കാരൻ പരാജയപ്പെട്ടു. ജയിച്ചവര് കളിയാക്കാൻ തുടങ്ങി. പരിഹാസ സംസാരങ്ങൾ കൂടി. എല്ലാം നഷ്ടപ്പെട്ടവന്റെ കൂടെ അവന്റെ ഗോത്രക്കാര് കൂടി. കയ്യിൽ കിട്ടാവുന്ന ആയുധമെടുത്ത് അവർ മദീനയിൽ വെച്ച് ഏറ്റുമുട്ടാൻ തുടങ്ങി. മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസ്ഥി കൊണ്ട് അവർ കൊലപാതകങ്ങൾ നടത്തി. മദീനയിലുള്ള 2 ഗോത്രക്കാര് രക്തം ചിന്തി പല പ്രയാസങ്ങളും സൃഷ്ടിച്ചത് ഈ ചൂതാട്ടം കൊണ്ടാണെങ്കിൽ ഇന്നും ഈ കത്തുകളി അല്ലെങ്കിൽ ഒരു ചൂതാട്ടകളി, ഇന്നും ഒരു രഹസ്യമായ ഇടപാടുകൾ നമ്മളിൽ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ, ആരറിഞ്ഞിട്ടില്ലെങ്കിലും, ലോട്ടറി ടിക്കറ്റ് എപ്പ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും, സമ്മാനം എന്ന് കേൾക്കുമ്പോഴേക്കും പരക്കം പാഞ്ഞ് ആരും അറിയാണ്ട് അത് വേറെ പേരിൽ വാങ്ങിക്കൊണ്ടുവന്നാലും ശരി, അവനവന്റെ സമ്പത്തുകൾ മുഴുവൻ നശിപ്പിക്കുന്ന ചൂതാട്ടം കൊണ്ടും ലഹരി കൊണ്ടും ഒരിറ്റുമറ്റ് നമ്മളെ വയറിലെത്താതിരിക്കാൻ ശ്രദ്ധിക്കലാ മുഅ്മിനിന്റെ ബാധ്യത. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലഹരിയെപ്പറ്റി വ്യാപകമാകുമ്പോ ചൂതാട്ടവും ചർച്ച ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഇന്ന് കേട്ട 50 ലക്ഷം പോയത് 50 ലക്ഷത്തിന്റെ മറവിൽ 2.5 ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു കണ്ട ഉള്ളത് ഊരിക്കൊടുത്തോണ്ട് ലാഭം ആഗ്രഹിച്ച് പരക്കം പായുന്ന ഒരു ജനതയായി, തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതില്ലാതിരിക്കാൻ ചൂതാട്ടവും ഹറാമ, ചൂതാട്ടവും റബ്ബ് നിഷിദ്ധമാക്കിയതാ. അതിനെന്തോ മനപ്പേരിട്ട് വിളിച്ചാലും ശരി, ഓൺലൈൻ ഗെയിം, ഓൺലൈൻ ലോട്ടറി, ഓൺലൈൻ ഇടപാടുകള്, അല്ലെങ്കിൽ ബെറ്റിംഗ്, എന്തോ മനപ്പേരിട്ട് വിളിച്ചാലും ശരി, ഹക്കല്ലാത്ത മറ്റൊരുത്തന്റെ ഒരു രൂപ ഏത് ലാഭത്തിന്റെ മറവിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ, നിങ്ങൾ സ്വയം തിന്നുന്നുണ്ടോ, അത് നിങ്ങളെ വയറ് കത്തിക്കുന്നത് തീയാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അതാണ് പടച്ചോൻ ചേർത്ത് പറഞ്ഞ ചൂതാട്ടം എന്ന മൈസറിന്റെ ഗൗരവം. ആ തിരിച്ചറിവ് നേടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ നാവുകളിൽ വരുന്ന ചോദ്യമാണ്, ബെറ്റിനുണ്ടോ? ഈ ചോദ്യം വളരെ ലാഘവത്തോടുകൂടിയാണ് നമ്മൾ നടത്താറുള്ളത്. ആ ചോദ്യം മറ്റൊരാളെ കൂടി ആ ചൂതാട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരലാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. എനിക്ക് തോന്നിയ ഒരു പൊട്ടത്തരം മറ്റൊരാളെയും കൂടി നശിപ്പിക്കുന്ന ഒരു വലിയ അബദ്ധമാണ് എന്ന് ചിന്തിക്കാറില്ല പലരും ഇത്തരത്തിലുള്ള ബെറ്റിങ്ങുകൾ നടത്തുമ്പോൾ. പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ കളികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോ ബെറ്റിന്റെ പേരിൽ സാമ്പത്തികമായിട്ടും മറ്റു ചിലർ ശാരീരികമായിട്ടും ആ ബെറ്റിനെ ഉപയോഗിക്കാറുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിൽ ചിലരത് 1000-ഓ 2000-ഓ ഫുഡോ കൊടുത്തു മാറും. പക്ഷെ ശാരീരികമായിട്ടുള്ള ചില ബെറ്റുകൾ അവസാനിക്കുന്നത് പാതി മീശ, പാതി തല, അതല്ലെങ്കിൽ ആ നിലക്കുള്ള ചില പരിഹാസ്യമായ രീതികൾ. ഇതെന്തിന്റെ പേരിൽ? ഒരു രൂപ കുടുംബത്തിലേക്ക് സമ്പാദിക്കാൻ കൽപ്പിക്കപ്പെട്ട ഹലാലായ രീതിയുടെ പേരിലല്ല. ഇസ്ലാം അനുവദിക്കപ്പെട്ട വിനോദത്തിൽ ആസ്വദിക്കാൻ കൽപ്പിക്കപ്പെട്ട രീതിയുടെ പേരിലുമല്ല. മറിച്ചൊരു വാശി, ഒരു ബെറ്റ്. അത്തരത്തിലുള്ള ആളുകളേക്ക്, ചൂതാട്ടത്തിലേക്ക് ഒരാൾ നമ്മൾ കാരണം വന്നിട്ടുണ്ടെങ്കിൽ
അവനോട് അള്ളാഹുവിന്റെ നബിത്തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്ത് കിട്ടി കിട്ടിയില്ല എന്നുള്ളതല്ല. ചില ആൾക്കാർ പറയും അത് വെറുതെ വെച്ചതാ, കിട്ടിയിട്ടില്ല. വേറെ ചില ആൾക്കാർ പറയും അത് അന്നത്തെ ഒരു രസത്തിന് അങ്ങ് വെച്ചുപോയതാണ്, പക്ഷെ അതൊന്നും ആയിട്ടില്ല. എന്തായാലും ശരി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഖാല ലി സ്വാഹിബിഹി, ഏതെങ്കിലും ഒരാൾ തന്റെ സുഹൃത്തിനോട് കൂട്ടുകാരനോട് പറഞ്ഞു, തആൽ ഉഖാമിർക, വാ വെച്ചേക്കുക, ഞാൻ വെച്ചിട്ടുണ്ട്, ഈ വെച്ചിട്ടുണ്ടാവാ എന്നവൻ പറയുകയും ആ ചോദാട്ടത്തിന് വേണ്ടി പോകുകയും ചെയ്താൽ ഫൽയതസദ്ദഖ് ബിശൈഇൻ, ആ പാപം തീരണമെങ്കിൽ അവൻ എന്തെങ്കിലും ദാനധർമ്മം ചെയ്ത് പടച്ചവനെ സ്നേഹിക്കണം. അതിനർത്ഥം ചെയ്യുന്നതൊരു പാപം തന്നെയാ. ആ പാപമായതുകൊണ്ടാണ് ആ പാപം തിരുത്തപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയും പറഞ്ഞു കൊടുക്കുന്നത്. അത് ജയമോ പരാജയമോ ആവട്ടെ, കിട്ടലോ കിട്ടാതിരിക്കലോ ആവട്ടെ. അതിനെപ്പറ്റി ഉലമാക്കൾ പറഞ്ഞതെന്താന്ന് ചോദിച്ച, ശരീരം കൊണ്ട് ചിലര് ഇത്തരത്തിലുള്ള ബെറ്റ് നടത്തുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ നിഅമത്ത മനുഷ്യരെ ശരീരം, ആ ശരീരം നിങ്ങൾക്ക് കുതിരളിക്കാനുള്ളതല്ല, പടച്ചവന്റെ മുൻപിൽ പരിഹാസം കളിക്കാനുള്ളതല്ല. റബ്ബിന്റെ നിഅമത്ത് വെച്ച് നിങ്ങൾ പരിഹാസം കളിച്ചാൽ നാളെ നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തിന്റെ പേര് നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും. അതുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ അത്തരത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്കോ കുടുംബത്തിനോ പടച്ചവനെ സ്നേഹിക്കുന്നവനോ ശരീരം വെച്ചിട്ടാണെങ്കിലും പൈസ വെച്ചിട്ടാണെങ്കിലും ഒരു ബെറ്റിലേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, മാ അക്കല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ, ഒരടിമ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്നറിയോ? അയ്യഉകുല മിൻ അമലി യദിഹി, സ്വന്തം കൈകൊണ്ട് മൈസുണ്ടാക്കിയതിനേക്കാൾ ഒരു നല്ല ഭക്ഷണവും ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിലോ അവന്റെ വയറിലോ നിറയ്ക്കുന്നില്ല. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരവും നോമ്പും ഒക്കെ നന്നായിട്ട് ബാക്കി എന്ത് കളിയും കളിച്ചാൽ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കൂലി കൊണ്ട് പടച്ചവൻ അതൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടു വരും. ഹക്കല്ലാത്ത നിലയ്ക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയാലും പെണ്ണുങ്ങളെയും കൂട്ടി ഒരു ഉംറ ചെയ്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യത്തീംഖാനക്ക് ഒരു കരി കൊടുത്താൽ ബാക്കിയുള്ള പൈസയൊക്കെ പടച്ചവൻ അങ്ങോട്ട് ഹലാലാക്കി തരും എന്ന് അള്ളാന്റെ നബിയോ പ്രവാചക വിശുദ്ധ ഖുർആനിലൂടെയോ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. അവന്റെ വയറിലേക്കും അവന്റെ കുടുംബത്തിലേക്കും ചെല്ലുന്നത് ഹക്കല്ല എങ്കിൽ, അതിനേക്കാളും നല്ലൊരു ഭക്ഷണം അവന് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് കഴിച്ചതിന്റെ പേരിലും അവൻ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. ലഹരി മാത്രമല്ല വെപ്രാളപ്പെട്ടോടേണ്ടി. ആളുകൾ ലഹരിയെപ്പറ്റി വാചാലമാകുമ്പം ആ വാർത്തന്റെ അടിയിലുള്ള ഭാഗ്യക്കുറിയുടെ നമ്പർ നോക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമ്മാനം എന്ന് കാണുമ്പോഴേക്കും ഉള്ളത് ഫ്രീ കിട്ടുകയാണെങ്കിൽ ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് പരക്കം വായുന്നുണ്ടെങ്കിൽ ലഹരിയോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു വിപത്ത് തന്നെയാണ് ചൂതാട്ടം. അതുണ്ടാവാൻ പാടില്ല ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ. അങ്ങനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും റബ്ബേ നീ പൊരുത്തപ്പെട്ട് നാളെ നിന്റെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്റെ പ്രവാചകന്മാരോടൊപ്പം ശുഹദാക്കളോടൊപ്പം നീ ഞങ്ങൾക്കും സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. നാദാ, മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബേ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാദാ. എല്ലാ പ്രയാസങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. രോഗം ബാധിച്ച് അങ്ങേയറ്റം വെന്റിലേറ്ററിലടക്കം കിടക്കുന്നവർ, നാദാ, എന്താണോ ഏറ്റവും ഖൈറായത് ആ ഖൈറായതിലേക്ക് ആ കുടുംബത്തിനും അവർക്കും നീ സമാധാനവും സന്തോഷവും നൽകണമേ. സാമ്പത്തിക അബദ്ധത്തിൽപ്പെട്ട് ലോട്ടറി പോലെ അതിനേക്കാൾ മാരകമായ പലിശ പോലെ കടം വാങ്ങി വീട്ടാനാവാത്ത സാഹചര്യത്തിലൂടെയൊക്കെ ജീവിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാ സാമ്പത്തിക പ്രയാസത്തിൽ നിന്നും മാറി ഹലാലായ ജീവിതത്തോടെ എല്ലാ നന്മയോടും കൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം.